നാം അന്വേഷിക്കുന്നത് നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണല്ലോ. യാ അല്ലാ, ഞാൻ എന്താണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഹൃദയം. വെറുതെ. അങ്ങ് വളരെ മഹാനാണ്. ഞാൻ ഏറെ നേരമായി കാത്തിരിക്കുകയാണ് അങ്ങയെ. അപ്പൊ ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടി വരും നിനക്ക്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ കള്ളമല്ല പറയുന്നത് മോളെ. ചാൻസി മുഴുവൻ ഇക്കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. എന്ത് കാര്യം? കൊട്ടാരത്തിൽ ഏതോ വലിയ രാജ്യത്തെ രാജകുമാരിയാണ് എത്തിയിരിക്കുന്നത്. മഹാരാജാവിന്റെ വിവാഹം നടക്കാൻ പോവാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കാത്തിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് ശീലമില്ല വൈനി സാഹിബ്. നമ്മൾ എല്ലാവരും തന്നെ കഴിഞ്ഞ 5 വർഷമായി ഝാൻസിയുടെ ഭാവി മഹാറാണിയെ കാത്തിരിക്കുകയാണ്. കണ്ടില്ലേ അനുജ, എത്തിക്കഴിഞ്ഞു. എത്ര നന്നായാണ് ചിത്രം വരച്ചിരിക്കുന്നത്. ശ്വേതാംബര സ്വന്തം കൈകൾ കൊണ്ട് വരച്ചതാണ് താങ്കൾ കാണുന്ന ഈ ചിത്രം. നിങ്ങൾക്ക് ചിത്രകലയും അറിയുമോ? ഇങ്ങനെ വെറുതെ ചിലപ്പോഴൊക്കെ വരച്ചു നോക്കാറുണ്ട്. നിങ്ങളുടെ ഈ ചിത്രകല നമ്മെ വളരെ ആകർഷിച്ചിരിക്കുകയാണ് ശ്വേതാംബര. വേറെ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഒരു കാര്യത്തിൽ കൂടിയുണ്ട്. എന്നാൽ പിതാവിന്റെ സദസ്സിലെ കൃത്യമായ എഴുത്തും കണക്കും സൂക്ഷിക്കുന്നതിന്റെ തിരക്കേൽപ്പിച്ചതിനു ശേഷം എനിക്ക് തോന്നുന്നത് എന്റെ താല്പര്യം വെറും സ്വപ്നമാണെന്ന്. നമുക്ക് മറ്റുള്ളവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ വളരെയേറെ ആനന്ദം ലഭിക്കും. എന്താണ് നിങ്ങളുടെ സ്വപ്നം? നാട്യശാല. നാട്യശാലയോ? നിങ്ങൾക്ക് നാടകത്തിലും താല്പര്യമുണ്ടോ? അതെ, പക്ഷെ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ല. നാം നിങ്ങൾക്ക് അവസരം നൽകാം. നാം ഒരു നൃത്തനാടകം അവതരിപ്പിക്കാൻ പോവുകയാണ്. നാം ആഗ്രഹിക്കുകയാണ് നിങ്ങളതിൽ മേനകയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന്. സത്യം? എന്തുപറ്റി അനുജ? താങ്കൾ ഇങ്ങനെ? നാം ഇപ്പോൾ വരാം. മോത്തി ഭായിക്ക് സുഖമില്ല എന്ന്. നമ്മോട് ക്ഷമിച്ചാലും നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ അല്പം വിശ്രമിച്ചാലും.
മഹാരാജാവ് ഇങ്ങോട്ട് വരുന്നുണ്ട്. മോദിഭായ്, നാം കേട്ടത് നിങ്ങൾക്ക് സുഖമില്ലെന്നാണല്ലോ. പക്ഷെ നിങ്ങൾക്ക് വന്നതിന് നന്ദി ഹുസൂർ. ആസനസ്ഥനായാലും പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താ ആസ്വദിക്കണം? നൃത്തം, കവിത, നാടകം? ഇതെന്തു പറ്റി നിങ്ങൾക്ക്? ഒന്നുമില്ല. ഞാൻ എന്റെ സ്ഥാനം വിസ്മരിച്ചു പോയി. താങ്കൾ അത് ഓർമ്മിപ്പിച്ചതിൽ നന്ദിയുണ്ട്. മോദിഭായ്, നമുക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നതെന്ന്. എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ന് അങ്ങ് ഏതോ പെൺകുട്ടിയെ കാണുകയാണെന്നും അവൾ ഝാൻസിയിലെ റാണിയാകുമെന്നുമാണ്. ആ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പക്ഷെ ഞാനുള്ളപ്പോൾ അങ്ങ് മോദിഭായ്, നീ നിന്റെ സ്ഥാനം മറക്കുകയാണ്. നിനക്കെങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു ഒരു വേശിക്ക് ഝാൻസിയിലെ റാണിയാകാൻ കഴിയുമെന്ന്? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഹുസൂർ. പക്ഷെ താങ്കൾക്ക് ഇത് അറിയില്ലായിരിക്കും, ഒരു വേശ്യയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരു ദിവസം താങ്കൾക്ക് ഈ വേശ്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാകും. Tatya, it's time to see just what you made. Today I'm going to teach you a lesson you'll never forget. Sure, Drupad വന്നിട്ടുണ്ട്. സാർ, Drupad, പറയൂ. സാർ, എന്റെ സംശയം തീർത്തും ശരിയാണ്. താത്യ ടോപ്പെ തന്നെയാണ് ക്രാന്തി ഗുരുവും. പക്ഷെ സാർ, അങ്ങ് നല്ലതുപോലെ സൂക്ഷിക്കണം. നമ്മുടെ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും വെച്ച് അയാളെ വാൾപ്പേറ്റിൽ തോൽപ്പിക്കാൻ വേറെ ആരും തന്നെ ഇല്ല. Drupad, ഏതു വാരിയർ ആയാലും എത്ര ബ്രേവ് ആയാലും വെടിയേറ്റ് കഴിഞ്ഞാൽ അയാളുടെ പവർ പകുതിയായി കുറഞ്ഞിരിക്കും. മാത്രമല്ല, മാച്ചിൽ എന്റെ ടാർഗറ്റ് അയാളുടെ കാലായിരിക്കും. ഞാൻ മോർലാൻഡിനെ തെളിയിച്ചു കൊടുക്കും. നമ്മളെ ഭയപ്പെടുത്തുന്ന ക്രാന്തി ഗുരു വേറെ ആരുമല്ല, ടാറ്റിയ ടോപ്പെ. ഏയ്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. നമ്മുടെ താത്യ ഗുരു വെള്ളക്കാരെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളിതൊരു യുദ്ധമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ താത്യ ഗുരുവിനോട് ഏറ്റുമുട്ടി ജയിക്കാൻ ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. നോക്കിക്കോ, ഇന്ന് അദ്ദേഹം മാൻസൺ സാഹിബിനെ എങ്ങനെ പാഠം പഠിപ്പിക്കുമെന്ന്. എടോ, ജയം വിരല ഞൊടിക്കുന്നതിനിടയിൽ നമ്മുടെ താത്യ ഗുരു നേടും. ആ, ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി, ജയ് ഭവാനി. എന്തുപറ്റി പ്രാച്ചി?
താത്യ ഗുരു ആ വെള്ളക്കാരനും തമ്മിൽ വാൾപ്പയറ്റ് മത്സരം നടത്താൻ പോവുകയാണെന്ന്. അത് ഞാൻ അറിഞ്ഞതാണല്ലോ. അതല്ല, താത്യ ഗുരുവിന്റെ കാലിൽ മുറിവേറ്റിരിക്കയല്ലേ. വേടിക്കൊണ്ടിരിക്കയല്ലേ. അതെ, അതിന് എല്ലാരും പറയാ വെറുതെയുള്ള മത്സരം അല്ല എന്ന്. ആ വെള്ളക്കാരൻ താത്യ ഗുരുവിനെ കൊല്ലും. ഇല്ല പ്രാച്ചി, അവർക്ക് നമ്മുടെ താത്യ ഗുരുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ ദൈവമേ, ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കണം മാൻസൺ മത്സരത്തിന് തയ്യാറായത്. എനിക്കറിയാം താത്യ ഗുരുവിന് ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷെ അയാൾ ഇനി താത്യ ഗുരുവിന്റെ ആ മുറിവ് കണ്ടാൽ എന്ത് സംഭവിക്കും? അങ്ങോട്ട് നോക്ക്, ഇയാള് വാളിന്റെ മൂർച്ചയൊക്കെ കൂട്ടി മത്സരത്തിന് തയ്യാറെടുക്കുക. മാധവോ, ഈ മാൻസൺ സാഹിബ് വളരെ ദുഷ്ടനാ. ഇയാളുടെ മനസ്സിലെന്തോ വേണ്ടാത്ത ചിന്തകളാ. ഇനി ഇയാളുടെ വാളുകൊണ്ട് ആരുടെയെങ്കിലും ജീവൻ എടുക്കുമോ? എന്തോ നല്ലത് വല്ലതും പറ. ഒന്നും മിണ്ടാതിരിക്കി, നടക്ക്. Sir, you do know Tatya is an extraordinary sword fighter. Yes. So he is extraordinarily injured. ഞാൻ അതിൽ തന്നെ ആക്രമിക്കും. നീ വെച്ച വെടി ക്രാന്തി ഗുരുവിന്റെ ഏത് കാലിലാണോ കൊണ്ടത്, അയാളുടെ ആ കാലിലേതായാലും മുറിവുണ്ടായിരിക്കുമല്ലോ. ഷോർട്ട് ഫൈറ്റ് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകും, ക്രാന്തി ഗുരു താത്യ തന്നെയാണെന്ന്. നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പ്രവർത്തിക്കുന്നതിന്റെ ഫലം തൂക്കുകയറാണ്. You know, Tatya is Manu's beloved guru. അതോടുകൂടി മനുവിന്റെ സ്പിരിറ്റ് അവസാനിക്കും. श्रीमान सरकार महाराजा बाजीराव
വിജയിക്കട്ടെ. ശ്രീമാൻ സർക്കാർ മഹാരാജാവ് ബാജിറാവ് പേഷ്വ 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 വിജയിക്കട്ടെ. ശ്രീമന്ത്, ഈ സേവകൻ ആജ്ഞ നൽകിയാലും. താത്യ, ഈ മത്സരം കഴിയുന്നതോടെ നമുക്ക് പ്രതീക്ഷയുണ്ട്. നാമും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അകൽച്ച മാറുമെന്ന്. അതുകൊണ്ട് ഈ മത്സരം ഒരു വിനോദമെന്ന രീതിയിൽ കണ്ടാൽ മതി. ആജ്ഞ പോലെ ശ്രീമന്ത് സർക്കാർ. നമ്മുടെ യോദ്ധാവ് നമ്മുടെ യോദ്ധാവ് നമ്മുടെ യോദ്ധാവ് നമ്മുടെ യോദ്ധാവ് നമ്മുടെ യോദ്ധാവ് you